ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി കാണിക്കാം. ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ്. നമ്മൾ സാധാരണ ബീഫും മട്ടണൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും നല്ല അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ കപ്പിലാണ് അരി അളന്നെടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ കപ്പില്ലേ, ഇതിലേക്ക് നമ്മൾക്ക് അരി ഇതുപോലെ അളന്നെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ കപ്പ് ഞാൻ അളന്നെടുക്കാൻ കാരണം നമ്മൾ ഇതിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് നിറയെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേപോലെ കുറച്ച് മേലെ ആക്കി ഇട്ട് കൊടുക്കേണ്ട അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ ഇത് നികക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ എന്താ പറയുക, പരത്തി ഇട്ട് കൊടുക്കേണ്ട അങ്ങനെ ഇട്ട് കൊടുക്കാം. കപ്പളവാകുമ്പം നമുക്ക് വെള്ളത്തിൻ്റെ കണക്കൊക്കെ കറക്റ്റ് കിട്ടും, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇനി ഇതൊരു ബൗളിലേക്ക് ഇതേപോലെ ഇട്ടിട്ട് മാറ്റി വെക്കാം. ഈ ഒരു അരി നല്ല കൈമ റൈസിൽ നല്ല മണമൊക്കെയുള്ള ആ ഒരു ജീരകശാല റൈസാണ് കേട്ടോ. അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ വളരെ എളുപ്പത്തിലുണ്ടാക്കാം. അതിനുവേണ്ടി ഒരു സവാളയാണ് ഞാൻ എടുത്തത്, അതുപോലെ തന്നെ 2 തക്കാളി, പിന്നെ ഒരു 5-6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി. ഇതിൻ്റെ വെളുത്തുള്ളിയുടെ ആ ഒരു പുറന്തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ. ഇനി ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയോ ചതച്ചെടുക്കുകയോ ഒന്നും വേണ്ട. മിക്സിയുടെ ജാറിലെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ നമുക്ക് പണി വളരെ എളുപ്പമാണല്ലോ അല്ലേ. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. നമ്മൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ചെറിയൊരു തരിതരിപ്പ് ഇതുപോലെ ഉണ്ടെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഫൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെയും അരച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനൊരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ഗീയും കൂടി മിക്സ് ചെയ്തിട്ടെടുക്കാം. അതിന് വെളിച്ചെണ്ണ മാത്രം എടുക്കാം. ഞാനിതിൽ ഗീ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാമ്പൂ, പട്ട, ഏലക്ക ഇവയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഒരു ബോക്സിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഗ്രാമ്പു, ഒരു 3-4 ഗ്രാമ്പു, 2 ഏലക്ക, പിന്നെ ചെറിയ കഷ്ണം പട്ടയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ബേ ലീഫൊക്കെ ഉണ്ടെങ്കിൽ അത് ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ സവോള ഒന്നും ഞാൻ വഴറ്റി കൊടുക്കുന്നില്ല, നമ്മൾ ഓൾറെഡി എല്ലാം അരച്ചെടുത്തതാണല്ലോ. പിന്നെ ഈ ഒരു കപ്പിൽ തന്നെ ഞാനിത് അളന്നെടുക്കാൻ കാരണം നമ്മൾ അരി അളന്നെടുത്തത് കപ്പിലാണല്ലോ. അപ്പോൾ ഞാനിതിൽ 1 കപ്പോളം ഈ ഒരു നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തത്, അതൊരു കപ്പോളം വരുന്നുണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് കുരുമുളക് പൊടി, ഗരം മസാല, അതുപോലെ തന്നെ പെരുംജീരകത്തിൻ്റെ പൊടി ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള കല്ലുപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ നമ്മൾ കുക്കറിലൊന്നും വേവിക്കാത്തത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിടന്ന് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടണം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, കുറച്ച് മല്ലിയില, പുതിനയില, അതുപോലെ തന്നെ കറിവേപ്പില ഇത് 3ഉം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിൽ ഞാനിപ്പോൾ ചിക്കൻ ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് സ്റ്റോക്ക് ചേർക്കുന്നില്ല, നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇനി ബാക്കി വെള്ളം ഞാൻ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1.5 കപ്പ് വെള്ളമാണല്ലോ വേണ്ടത് 1 കപ്പ് അരിക്ക്. അപ്പോൾ ഇത് 1/2 കപ്പോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി ചെറുനാരങ്ങ നീരും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തൈര് ചേർക്കുന്നതിൻ്റെ ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിത് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വെള്ളം വാലാൻ വെക്കുന്നുണ്ട് അങ്ങനെ വെക്കാം, ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. പക്ഷേ ഞാനിത് അരിച്ചെടുത്തിട്ടില്ല, കാരണം നമ്മൾ 1.5 കപ്പ് കറക്റ്റ് വെള്ളമാണ് എടുത്തത്. നമ്മൾ വെള്ളം കുറച്ച് കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കുക തന്നെ ചെയ്യണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം അതിലായിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അരിയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തൈര് വേണമെങ്കിൽ ചേർക്കാമെന്ന്. തൈര് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ചോറൊരു വെന്ത് അടിഞ്ഞ പോലെ ആയിപ്പോവും, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർക്കേണ്ടിയിരുന്നത് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ടിനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 10-20 മിനിറ്റോളം നമ്മുടെ ഈ റൈസ് വേവാൻ ടൈം എടുക്കും. അപ്പോൾ ചിക്കനൊക്കെ ഓൾറെഡി പകുതി കുക്കായിട്ടുണ്ടായിരുന്നു. ബാക്കി ഈ ഒരു റൈസിൽ നിന്നും കിടന്നിട്ട് ഇതിൻ്റെ ചൂട് കൊണ്ട് നന്നായിട്ട് കുക്കായി വന്നോളും. അപ്പോൾ ഇത് നമ്മൾ എല്ലാ ഭാഗവും ഒന്ന്
മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം, അതായത് താഴെയുള്ള ഭാഗം ഒന്ന് മേൽഭാഗമൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇതാ ബാക്കി വന്ന വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിവിടെ ആവശ്യമായിട്ട് വന്നിട്ടില്ല, കറക്റ്റായിരുന്നു ഈ ഒരു വെള്ളമൊക്കെ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചില അരിൻ്റെ ഇതിന് വ്യത്യാസമൊക്കെ ഉണ്ടാവും, വേവിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ചിട്ട് വെള്ളം കൂടുതലോ കുറച്ചോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ റൈസ് ഓൾമോസ്റ്റ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ വേവാൻ ബാക്കിയുണ്ട്. പിന്നെ നമ്മളത് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എന്ത് ചെയ്ത് കുറച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യുന്ന സമയത്തൊക്കെ ഇട്ട് കൊടുക്കുന്നില്ല, അതുപോലെ ഏറ്റവും മുകളിലായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഗീയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു മഞ്ഞൾപ്പൊടിയൊന്നും കമ്പൽസറി അല്ല കേട്ടോ, അത് ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാനൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. പിന്നെ ഗരം മസാലയും ഗീയൊക്കെ ചേർത്ത് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ട് തന്നെ അടിയിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ എല്ലാ ഭാഗത്തും നമ്മുടെ മസാലയും ഗരം മസാല പൗഡറും പിന്നെ ഗീയും പിന്നെ മല്ലിയിലിൻ്റെ ആ ഫ്ലേവറൊക്കെ എത്തുന്ന വിധത്തിൽ ഒന്നും കൂടി നമുക്ക് അടിയിലൂടെ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് ഈവൺ ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഈ ഒരു സമയത്ത് നമ്മുടെ റൈസൊക്കെ എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അല്ലേ. പിന്നെ ആദ്യം നമ്മുടെ മേൽഭാഗം എന്താ പറയുക, വേവാതെ കുറച്ച് ഭാഗങ്ങൾ അരി പോലൊക്കെ ഉണ്ടാവും. അതൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് അത് വെന്ത് കിട്ടും. ഇത് അടച്ച് വെച്ചൊരു 5-10 മിനിറ്റും കൂടെ വെക്കാം. ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഈ ഒരു റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും വേണമെങ്കിൽ കഴിക്കാം. ഞാനിവിടെ 2 പപ്പടവും അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അരച്ചെടുത്ത ചമ്മന്തി ഉണ്ടായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല ആവി പറക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇറച്ചിച്ചോറാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.